കാസർഗോഡ് ഇരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. സാരംഗ് ചേരുന്നുണ്ട്. സാരംഗ്, 3 കുട്ടികളെയാണ് കാണാതായിരിക്കുന്നത്. ഒരാളുടെ മൃതദേഹം കിട്ടി. ആരൊക്കെയായിരുന്നു അവർ? ഇനി കണ്ടെത്താനുള്ള 2 പേർക്കായുള്ള തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? പ്രതീഷ്, ഇന്ന് ഉച്ചയോട് കൂടിയാണ് ഇത്തരത്തിൽ കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവുന്നത്. 3 കുട്ടികളാണ് അപകടത്തിൽപ്പെട്ടത്. അതിലിപ്പോൾ 17 വയസ്സുള്ള ഒരു കുട്ടിയുടെ മൃതദേഹം തിരച്ചിൽ നടത്തിയ പ്രദേശവാസികൾക്ക് കണ്ടെത്താൻ സാധിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കാസർഗോഡ് ചെർക്കളയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി 13 വയസ്സുകാരായ 2 കുട്ടികളെ കൂടി കണ്ടെത്താനുണ്ട്. ഫയർഫോഴ്സും നാട്ടുകാരും അടക്കമുള്ള സംഘം അവിടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സംഘവും അതുപോലെ തന്നെ അവിടെ ബേടകത്ത് നിന്നുള്ള പോലീസുകാരുടെ സംഘവും അവിടെ ക്യാമ്പ് ചെയ്ത് പരിശോധനകൾക്ക് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും അവധിക്കാലം ആഘോഷിക്കാൻ വന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം എരഞ്ഞിപ്പുഴയിൽ വെച്ച് സംഭവിച്ചത്. പ്രതീഷ്, സാരംഗ്, ഈ തിരച്ചിലിന് പറ്റിയ അനുകൂല സാഹചര്യം തന്നെയാണോ ഉള്ളത്? പ്രതീഷ്, പൊതുവെ ഇരഞ്ഞിപ്പുഴ എന്ന് പറയുന്നത് താഴെത്തട്ടിൽ വലിയ തോതിൽ പാറക്കെട്ടുകൾ നിറഞ്ഞ കുത്തൊഴുക്ക് അടിയൊഴുക്കും കുത്തൊഴുക്കും ഒക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള ഒരു പുഴയാണ്. ചന്ദ്രഗിരി പുഴയുടെ പ്രധാനപ്പെട്ട കൈവഴികളിൽ ഒന്നുകൂടിയാണ് പയസ്വിനി പുഴ എന്നുകൂടി അറിയപ്പെടുന്ന എരഞ്ഞിപ്പുഴ. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചെറിയ ചില പ്രതികൂല ഘടകങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുഴയെ കൃത്യമായി അറിയുന്ന ആളുകൾക്ക് മാത്രമേ ആ പുഴയിൽ ഇറങ്ങി പുഴയുടെ അടിത്തട്ടിലൊക്കെ തന്നെ പരിശോധന നടത്താനാവൂ. ഈ പരിചയക്കുറവാണോ, പുഴയെ അറിയാതെ പോയതാണോ ഈ അപകടത്തിലേക്ക് വഴിവെച്ചത്? സാരംഗ്, അപകടത്തിൽ മരണപ്പെട്ട കുട്ടി സ്വദേശി തന്നെയാണ് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. എന്നാൽ മറ്റു 2 കുട്ടികൾ അവിടെ വിരുന്നു വന്നതാണ് എന്നുള്ള രീതിയിൽ ചില വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആ കുട്ടികൾക്ക് പുഴയുടെ ആഴത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുഴയുടെ പ്രതികൂലമായ ഒരു സ്വഭാവത്തെക്കുറിച്ചോ വലിയ ധാരണ ഇല്ലാത്തതാണ് ഇത്തരത്തിൽ ഒരു വലിയ അപകടത്തിന് വഴിവെച്ചത് എന്നാണ് ഇപ്പോൾ നമ്മൾക്ക് ഫയർഫോഴ്സിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത് കാസർഗോഡ്.